കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയ നിസാറിനല്ല, ഇന്റർനാഷണൽ ക്രിമിനൽ ആണെന്ന്. ഇത്രയും വലിയൊരു ക്രിമിനലിനെ താൻ ഒറ്റയ്ക്ക് പിടിക്കുമെന്ന്. അതിനെ താൻ ഗോപി വരച്ചോണ്ടിരുന്നാ മതി. ആരാണ് സാർ ഈ ഗോപി? തന്റെ അമ്മായിയപ്പൻ. ഓ, മൈ ഫാദർ ഇൻ ലോ. He is not Gopi. He is Sheshu. B.A. Sheshadri Air B.A.B.T. He is no more. തന്നെ ഞാൻ കൊല്ലും. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സാർ രാവിലെ ജോക്ക് അടിക്കുന്നല്ലോ സാർ. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല സാർ. മൈൻഡ് യു, ഒരാഴ്ചക്കകം നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചടച്ചില്ലെങ്കിൽ തന്റെ എല്ലാ സ്വത്തുക്കളും ജപ്തി ചെയ്യാൻ കമ്പനി നടപടിയെടുക്കും. യു ക്യാൻ ഗോ. സ്വാമി, ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ കഴിവില്ലാത്ത മണ്ടന്മാര് തന്നെയാണ് അല്ലെ സാറേ? ഓർത്തില്ല ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസാദം. എന്താ സ്വാമി? പെരേരയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടി എന്നൊരു വാർത്ത സാറിന്റെ നാക്കിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിക്കടി ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ എന്നും വന്ന് അന്വേഷിക്കണ്ട. ആളെ കിട്ടുമ്പോ ഞങ്ങൾ സ്വാമി വിവരം അറിയിക്കാം. വീട്ടിലിരുന്നിട്ട് മനസമാധാനം കിട്ടണില്ല. മാനേജിംഗ് ഡയറക്ടർ എന്നെ ഡിസ്മിസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോ പാവം. സ്വാമി, ഗുരുവായൂർ അമ്പലത്തിൽ പോയി 7 ദിവസം ഭജന ഇരുന്ന മനസ്സിന് സമാധാനം കിട്ടും, വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും. സ്വാമി തൽക്കാലം ചെല്ല്. കേസന്വേഷണം ഊർജിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ തരാം. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഒരു ചെറിയ കൈക്കൂലി 2 എടുത്തോണം. സോറി സർ, ഇവിടെ പറഞ്ഞതാ. ക്വസ്റ്റ്യനിങ്ങിന്റെ ഇടയ്ക്ക് കണാക്കുണാന്ന് വർത്താനൊന്നും പറഞ്ഞേക്കരുത്. അയ്യേ, ഒരു അക്ഷരം ഞാൻ വേണ്ടില്ല. Yes, come in. What do you want? See, പെരേരയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമേ ആ ടോപ്പിക് എടുത്തിട്ടുണ്ടാ. മാഡം, ഈ വീട്ടിൽ ആകെ എത്ര പട്ടികളുണ്ട്? 14. അയ്യോ, താൻ ഈ ക്വസ്റ്റ്യനിങ് ഒന്നും എന്നെ പഠിപ്പിക്കണ്ടോ വിട്ടി? താങ്ക് യു. ഈ പെരേരയുമായുള്ള നിങ്ങളുടെ ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? ഓ, പെരേര അവനെന്റെ സ്വന്തം മോനെ പോലെയാ. നോട്ട് ഡൗൺ. സാറിന് പേനുണ്ട? ഇല്ല, പുഴുകി തിന്നു. ഒരു പേനയില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ വന്നിരിക്കുന്നു. പെരേരയുടെ സ്വഭാവം എങ്ങനെയാ? വളരെ സ്നേഹമുള്ളവനാ. എന്തെങ്കിലും ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. യു നോ, ഹി ഈസ് എ ബോക്സർ. എവിടെയാ അവന്റെ നാട്? ഹി ഈസ് ഫ്രം ബോംബെ. ബോംബ് സ്ഫോടനം. ബോംബെ? യെസ്, ബോംബെ. അവിടെ വലിയ തെമ്മാടിയായിരുന്നു. അവന്റെ ശല്യം സഹിക്കയ്യാതായപ്പോ ഡഗ്ലസ് ആണ് ഇങ്ങോട്ട് അയച്ചത്. ആരാണ് ഡഗ്ലസ്? ബോംബെയിൽ ഒരു ഗോൾഡ് മർച്ചന്റ് ആയിരുന്നു. ഇപ്പോ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുക. ഐ സീ. അപ്പൊ അന്വേഷണം ഇംഗ്ലണ്ടിലേക്കും വ്യാപിപ്പിക്കേണ്ടി വരും. അത് പ്രശ്നമല്ല സാർ, ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് വേണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞതല്ല സത്യമാണോ? യെസ്. എങ്കിൽ ഇതിലൊന്നപ്പെടും. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? ഓ യെസ്. ഇപ്പൊ എന്തായി? എടോ, ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും ഓരോരോ നാക്കുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കി. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഈ പെരേര ബോംബെയിൽ നിന്നുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എത്രയും വേഗം ബോംബെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അതിന് മാർഗമുണ്ട് സാർ. എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടറാണ്. അവനൊരു കത്തിട്ടാൽ അവൻ നീ എന്ത് പോത്തിരത്തിനാണ് ബോംബെയിൽ കാണിച്ചിരിക്കുന്നത്? നിന്നെ അന്വേഷിച്ചേ പോലീസ് വന്നിരിക്കുന്നു. ഇങ്ങോട്ടൊന്ന് വന്നേ. വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കി. നേരം കുറെ ആയിരിക്കണ്. വേണ്ട, ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഉറങ്ങാനില്ല. ഉറങ്ങിയാൽ ഉടനെ പോലീസ് വന്ന് ഇരിക്കുന്ന സ്വപ്നം കാണണേ. നീ പോയി കിടന്നോ, നമ്മള് വരാം. നീയല്ല ആസ്പത്രിയിൽ നിന്ന് ഒരു പെണ്ണിനും കൊണ്ട് എന്റെ വണ്ടി കയറിയത്? അതെ സീതാലിക്ക. നായിന്റെ മോനെ, നിന്നെ തപ്പിയല്ല ഞാൻ നടക്കുന്നത്. ഞാനൊന്നും പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ടാ. ഞാനൊന്നും പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട കള്ള ഹിമാറെ. ഇന്നത്തെ കൂട്ടി 9ാമത്തെ പ്രാവശ്യം പോലീസുകാർ ഇന്നെ ഇടിച്ചിട്ട് പോണേ. വൈദ്യര് പറഞ്ഞ എന്താന്നറിയി, ഇങ്ങനെ ഡെയിലി ഒറ്റയടിക്ക് ചികിത്സിക്കാൻ പറ്റൂല. പോലീസിന്റെ അടുത്ത് മൊത്തത്തടി കിട്ടുമെന്ന് അറിയട്ടെ. എന്നിട്ട് ഒന്നായിട്ട് കഷായം വെച്ച് തരാം. എന്തിനാ പോലീസ് ഇരിക്കുന്നത്? പോലീസ് ഇരിക്കുന്നതോ ഓർക്ക് എന്നോടുള്ള സ്നേഹം. മോനെ
പോലീസിന്റെ ഇടി കഴിയുമ്പോ ഉണ്ണിത്താന്റെ ആൾക്കാർ വരും. ദോഷം പറയരുത്, അവരുടെ ഇടിയല്ല, കഴുത്തുടിച്ച് ഇങ്ങനെ തിരിക്കല. അയ്യോ, നീ ഒരൊറ്റ ഒരുത്തൻ കാരണം എന്റെ കുടുംബം ഇറങ്ങേറിലായത്. പോലീസിന് ഉണ്ണിത്താനും പേടിച്ചെന്റെ കെട്ടോലും കുട്ടികളോട് വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. അല്ലേ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ, നീ വാ ഇറങ്ങോട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക്. അന്ന് ബാങ്കിൽ നിന്ന് മോഷിച്ച കാശില്ലേ, അത് അവിടെ കൊണ്ടുപോയി കൊടുത്തേക്ക്. എന്നാ ബാക്കിയുള്ളവർക്കെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ആ കാശ് എന്റെ ഇല്ല സീതാലിക്ക, പിന്നെ അത് ബെന്നിയുടെ കയ്യില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ ബാങ്ക് മോഷണങ്ങളെയും പിന്നിൽ ഇതേ പെരേര തന്നെയാണെന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഇനി എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. സാർ, എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. യെസ്. സെൻട്രൽ പോലീസ് സ്റ്റേഷന് അലോട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ജീപ്പിന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു നല്ല മൂത്രപ്പുരയോ ഊണുമുറിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. നോൺസെൻസ്. ഇതൊക്കെ പറയാനുള്ള വേദി അല്ല ഇത്. ഒരു പോലീസുകാരനായി ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. നത്തിങ് മോർ സർ. ഓക്കെ. 24 മണിക്കൂറിനുള്ളിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിന്റെ ലങ്സിലേക്ക് കളയും. എവിടാ അവര്? ആര്? ആ പെരേരയും ബെന്നിയും. നമ്മക്കറിയില്ല. അവരെവിടെയുണ്ടെന്ന് പറയുന്നവരെ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? എന്താ ചെയ്തലിക്കത്? നീയോ? പതുക്കെ. അപ്പൊ എന്നെ പറ്റി കേട്ടതൊക്കെ ശരിയാണല്ലേ? പഴയ പണിയൊക്കെ നിർത്തി പുണ്യാളച്ചനാവാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്തലിക്ക ഞാൻ ഒന്നും നീ പറയണ്ട. നീയും ആ പെരേരും കാരണം എന്റെ ജീവിതം നായാക്കി. ഇടി കഴിഞ്ഞ നേരല്ലേ പോരേല്. ഇന്റെ കെട്ടിയാലും കുട്ടികളും അവരെ വീട്ടിലാക്കിയിരിക്കാണ്. തമ്പി, ഏതാവത് വിവരം കിടച്ചാ ഉടനെ അറിയിച്ചിടുങ്കോ. ശരി മുറുക, ഒന്നും ചൊല്ലി പ്രയോജനമില്ല. அந்த 5000 கோடி തിരുമറി നടത്തിന് അർഷദ് മേത്താവ ഇന്നും ജയിലിലേക്കുള്ള പോള മുടിയത്. പിന്നെ അല്ലതാ இந்த 5 ലക്ഷം മോഷിച്ച പരേര. அந்த അയോഗ്യപ്പയലേം കയ്യിലെ കിടച്ച ഞാൻ കൊല പണിടുവേ. നീ ഇപ്പൊ പോലീസിന് പിടികൊടുക്കരുത്. വിടാനാ പറഞ്ഞു. ഇല്ല, ഞാൻ സറണ്ടർ ആയില്ലെങ്കിൽ നാൻസി അവര് നിന്റെ പണമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ സാധ്യല്ല. എന്ത് പറ്റി സ്വാമി? രജനീകാന്ത് ഇടിക്കറ മാറി ഇടിച്ചിട്ട് കാറിൽ ഏറി പോയാച്ച്. എന്റെ ഗുരുവായൂരപ്പ, ഐ ജിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഐ ജിയുടെ മുഖത്തിന് എന്ത് പറ്റി സാർ? ഓ, സ്റ്റേഷന്റെ തൊട്ട് മുമ്പിൽ വെച്ച് കിട്ടിയിട്ട് പോലും പെരേരയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? പെരേര എത്തിയ സമയത്ത് തന്നെ കേരള എക്സ്പ്രസ് അതുവഴി വന്നതാണ് സർവത്ര കുഴപ്പത്തിനും കാരണം. എന്റെ കയ്യിൽ ഒരു ചുവന്ന തുണി ഉണ്ടായിരുന്നു, അത് വീശി കാണിച്ച് ഞാൻ ട്രെയിൻ നിർത്തിച്ചാനേ. ഓടാ, അല്ലെങ്കിൽ ഈ കേരള എക്സ്പ്രസ് എപ്പോഴും ലേറ്റാ.
അല്പമെങ്കിലും നെറിവുണ്ടെങ്കിൽ അത് വഞ്ചിനാടിന് മാത്രമാണ്. വേണാടൊക്കെ പോയി. സാർ ഒന്ന് നോക്കിയാൽ കേരള എക്സ്പ്രസിലും ജയന്തി ജനതയിലൊക്കെ സീസൺ ടിക്കറ്റുകാരെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ കേറ്റില്ല എന്ന് മന്ത്രി പറയുന്നത് വളരെ കഷ്ടമാണ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. എടോ, തന്നെ ഇവിടെ വിളിപ്പിച്ച കാര്യമെന്ത്, താൻ പറയുന്ന കാര്യമെന്ത്? സാർ എന്ന് പറഞ്ഞാൽ ഈ ഹർഷത് മേത്ത അങ്ങനെ ഓ, താനങ്ങോട്ട് മാറി നിൽക്കേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ. കുഞ്ഞീശോ സാർ. ഈ പെരേര രക്ഷപ്പെട്ടതിനെ കുറിച്ച് താൻ എന്ത് പറയുന്നു? സാർ, എന്റെ ബലമായ വിശ്വാസം പെരേര അവന്റെ ഗ്യാങ്ങുമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതാണെന്നാ. എന്തേ? ഹേയ് ഒന്നുമില്ല. പിന്നെ വീരപ്പൻ നടത്തിയത് പോലെ ഒരു വെല്ലുവിളി ആയിക്കോട്ടെ സാർ ഇത്. വെരി ഗുഡ്. തന്റെ ഈ ഫൈൻഡിങ്ങിൽ കലമ്പില്ലാതില്ല. പിന്നെ അവൻ ഓടിക്കളഞ്ഞത് അന്തരീക്ഷം പന്തിയല്ലെന്ന് കണ്ടതുകൊണ്ടാവാം. കറക്റ്റ്. സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരെ കൂടി പോസ്റ്റ് ചെയ്ത തിരക്കില്ല സാർ. ഏത് നിമിഷവും ഇതുപോലുള്ള ആക്രമണ ശ്രമങ്ങൾ വീണ്ടും നടന്നേക്കാം. ദാറ്റ്സ് റൈറ്റ്. ആ ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഓർത്തത്, സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ പെരേര എവിടെ പോയിരിക്കും സാർ? തന്റെ ആ. അമ്മായിയപ്പന്റെ വീട്ടിലേക്ക്. അയ്യേ. Nonsense.